ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിടുന്നു. കുച്ച് ബിഹാറിലെ നിരവധി പഞ്ചായത്ത് അംഗങ്ങളും പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ബി.ജെ.പി. വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കുച്ച് ബിഹാർ ജില്ലാ ടി.എം.സി. ഓഫീസിൽ തൃണമൂൽ പതാക കൈമാറി ജില്ലാ പ്രസിഡന്റ് അഭിജിത് ഡി ഭൗമിക് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. നിരവധി പ്രാദേശിക ബി.ജെ.പി. പ്രവർത്തകരും അനുഭാവികളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. തുംഫഗഞ്ച് അന്ധരൻ ഫുൽഭാരി 1 ഗ്രാമപഞ്ചായത്തിലെ ബി.ജെ.പി. പഞ്ചായത്ത് അംഗമായ സുധീർ ബർമനും നടഭാരി നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ ധൻവാഖുരി ഗ്രാമപഞ്ചായത്തിലെ ഏക ബി.ജെ.പി. പഞ്ചായത്ത് അംഗമായ സുമിത്ര ബർമനും ബുധനാഴ്ച തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ ആകൃഷ്ടരായി അതിൽ ഭാഗമാകാൻ വേണ്ടിയാണ് കൂച്ച് ബിഹാറിലെ ബി.ജെ.പി. പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേർന്നതെന്നാണ് അഭിജിത് ഡി ഭൗമിക് പറയുന്നത്. 128ഓളം പഞ്ചായത്ത് അംഗങ്ങൾ ബി.ജെ.പിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് എന്നും ഇനിയും ഒരുപാട് ബി.ജെ.പി. അംഗങ്ങൾ തങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി. ശൂന്യമാകുമെന്നും അഭിജിത് ഡി ഭൗമിക് അവകാശപ്പെട്ടു. എന്നാൽ ഭരണത്തിന്റെ തണലിൽ ഭീഷണിപ്പെടുത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പിക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ബി.ജെ.പിയുടെ കൂച്ച് ബിഹാർ ജില്ലാ പ്രസിഡന്റ് സുകുമാർ റോയ് അവകാശപ്പെട്ടത്. കൂച്ച് ബിഹാർ ജില്ലയിൽ ആകെ 128 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. റൂറൽ തിരഞ്ഞെടുപ്പിന് ശേഷം 24 ഗ്രാമപഞ്ചായത്തുകളിൽ ബി.ജെ.പിയാണ് വിജയിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 104 സീറ്റുകളിൽ ഭരണം പിടിച്ചു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടെ ബി.ജെ.പി. പ്രതിസന്ധിയിലായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കഴിഞ്ഞ ജനുവരിയിലും കൂച്ച് ബിഹാറിൽ നിരവധി പേർ ബി.ജെ.പി. വിട്ട് ടി.എം.സിയിൽ ചേർന്നിരുന്നു. കൂച്ച് ബിഹാറിലെ 1 ബ്ലോക്കിലെ ഗുരിയാത്തി ജി.പി.യുടെ കീഴിലുള്ള ബൂത്തിലെ എല്ലാ ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടിരുന്നു. അടുത്ത കാലത്തായി ബി.ജെ.പി. വലിയ സ്വാധീനമുണ്ടാക്കിയ മേഖലയായിരുന്നു കൂച്ച് ബിഹാർ. എന്നാൽ സമീപകാലത്തായി ബി.ജെ.പിക്ക് അനുകൂലമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ നിന്ന് കൂച്ച് ബിഹാർ സീറ്റ് ടി.എം.സി. പിടിച്ചെടുത്തിരുന്നു. സിറ്റിംഗ് നിസിത് പ്രമാണിക്കെതിരെ 40,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജഗദീഷ് ചന്ദ്ര ഭർമയിലൂടെ തൃണമൂൽ സീറ്റ് പിടിച്ചെടുത്തത്. ഇതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച മമതാ ബാനർജി ബി.ജെ.പിയുടെ രാജ്യസഭാ എം.പി നാഗൻ റോയിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂച്ച് ബിഹാറിൽ നിർണായക സ്വാധീനമുള്ള രാജ്ബൻഷി സമുദായത്തിൽപ്പെട്ടയാളാണ് നാഗൻ റോയ്. ഈ കൂടിക്കാഴ്ച പുതിയൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ബൂത്ത് പിടിത്തവും നിർബാധം നടന്നിട്ടും കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടത്, കോൺഗ്രസ്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പാർട്ടികൾ സംയുക്തമായി നേടിയത് 20% അധികം വോട്ടാണ്. തൊട്ടുമുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ ഒന്നിച്ച് നേടിയതിന്റെ ഇരട്ടി. മാൾഡ, മുർഷിദാബാദ് മേഖലകളിൽ കോൺഗ്രസ് കരുത്തു കാണിക്കുമ്പോൾ സംസ്ഥാനമൊട്ടാകെ CPM വോട്ട് വിഹിതം വർദ്ധിച്ചു. ഇടത് വോട്ടുകൾ ഒന്നടങ്കം ബി.ജെ.പിയിലേക്ക് പോയതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മിന്നുന്ന വിജയത്തിന് കാരണം. 42 ലോക്സഭാ സീറ്റുകളിൽ 18 എണ്ണം ബി.ജെ.പി. നേടി. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റും കോൺഗ്രസ് 2 സീറ്റും നേടി. ഇടതു പാർട്ടികൾ ഒരിടത്തു പോലും വിജയിച്ചില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങളിൽ പൊറുതിമുട്ടിയ അണികൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തുവെന്ന് മുതിർന്ന CPM നേതാക്കൾ രഹസ്യമായി അന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു.